ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയും നെയ്യപ്പം ഉണ്ടാക്കുന്നത്. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ മധുരം ചേർക്കാത്ത അപ്പം. പിന്നെ മുട്ട സിർക്കി എന്നാണ് ചിലർ പറയല്. നമ്മൾ കണ്ണൂർ നെയ്യപ്പം എന്നതിന് വിളിക്കൽ. ഈ ചിക്കൻ കറിക്ക് ഞാൻ സവോള കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റുന്നുണ്ട്. സവോള ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തക്കാളിയും ഇഞ്ചി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഫസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നേ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവ മിക്സ് ചെയ്ത് വെച്ചതാണ്. അതിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പും മുളക് പൊടിയും ഉപ്പ് നോക്കിയിട്ട് പോരെ. ഞാൻ ഫസ്റ്റ് ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പും മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഇതിൽ ഉണ്ടായ വെള്ളം മാത്രമേ, ചിക്കന് വെന്ത് വരുമ്പം വെള്ളം വരില്ല, ആ വെള്ളം മാത്രമേ ഉള്ളൂ. കട്ടിയുള്ള കറിയാണ് നമുക്ക് വേണ്ട ഈ അപ്പത്തിന് കഴിക്കാൻ. അപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചിട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ എന്തെങ്കിലും ചേർക്കുക, അതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കറി കുറേ അധികമാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങാപ്പാലോ തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ല അടിപൊളി അപ്പമായിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ മുട്ട സിർക്കയാണ്. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു നടുക്കൊരു കട്ടിയുള്ള ഭാഗമായിട്ട് വരും. അതൊന്നും ആവാണ്ട് അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആരും കഴിക്കൂല, അതെടുത്ത് കളയും. നടുക്കപ്പത്തിൻ്റെ ഉള്ളിൽ ഒരു കട്ടിയുള്ള ഭാഗമായാൽ നവത്തെ നല്ല അടിപൊളി അപ്പമായിന് കേട്ടോ. അപ്പോൾ ഈ അപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. എൻ്റെ കറിയും ഒപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. താങ്ക് യു.